ഈ രാജ്യത്തെ അമ്പലങ്ങളെല്ലാം പൊളിക്കണമെന്ന് പറയുന്ന ഒരു പാർട്ടി, ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി, ഒരമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? ചരിത്ര പുസ്തകത്തിലും GK പഠനത്തിലും PSC ടെസ്റ്റിലുമെല്ലാം അത് C കേശവനാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ BJP നേതാക്കൾക്കത് കമ്മ്യൂണിസ്റ്റുകാരും ദാമോദരനും ഒക്കെയാണ്. ഇതിനായി ഇങ്ങനെ പറയുന്നത് എനിക്ക് അദ്ദേഹത്തിന് അറിയാത്തോണ്ടൊന്നുമില്ല. ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന പറഞ്ഞ ആരാ? കമ്മ്യൂണിസ്റ്റുകാരാ പറഞ്ഞു. എന്തിനാ? നിങ്ങൾക്ക് ഇത് അറിയാത്തോണ്ടാണോ? അറിയാത്തോണ്ടാണ് പഠിക്കണം. അത് പ്രായം കൂടുതലുള്ളതുകൊണ്ട് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അറിയാത്തോണ്ടാണ് പഠിക്കണം. ശരി, ക്ഷോഭിക്കുന്നതുകൊണ്ട് ഞാൻ ആ വിഷയം വിട്ടതാണ്. ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു ചരിത്ര നിഷേധത്തെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ താങ്കളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്നു, ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് ചോദ്യം. ഈ കേരളം കേൾക്കട്ടെ, ഒന്ന് പറ. കെ ദാമോദരൻ. ശരി, കെ ദാമോദരൻ. കേൾക്കൂ സുരാജ്, അത് കെ ദാമോദരൻ. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഏതായാലും എന്റെ അറിവിൽ C കേശവനാണ്. ഇനി TG-യും AN രാധാകൃഷ്ണനും എഡിറ്റേഴ്സ് അവറിലിരുന്ന് പറഞ്ഞത് മാത്രമല്ല, എല്ലാ ചാനലുകളിലെ ചർച്ചയ്ക്ക് പോയി BJP പ്രതിനിധികളെല്ലാം ഇതേ വർത്തമാനം പറഞ്ഞ് നാണം കെടുന്നതും കേരളം കണ്ടു. ഒടുവിലത്ത സാക്ഷാൽ കുമ്മനവും. ഇംഗ്ലീഷിലാണ് എഴുത്തെങ്കിലും TG-ക്കും AN-നും പഠിക്കുകയാണ് കുമ്മനവും. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം മറ്റൊന്നാണ്, കോൺഗ്രസിന്റെ മൗനം. തങ്ങളുടെ നേതാവും മുൻ തിരുകൊച്ചി മുഖ്യമന്ത്രിയുമായ C കേശവന്റെ പ്രസംഗത്തെ മറ്റുള്ളവർ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും മൗനത്തിലാണ്. എന്തായാലും